വലിയ ക്രൂരമായിട്ടുള്ള ചക്രവർത്തിയെ കുറിച്ച് നിങ്ങൾക്കൊക്കെ അറിയാം. ഹിറ്റ്ലറായി മാറിയതിൽ ഹിറ്റ്ലറിന്റെ ഉമ്മയ്ക്കുണ്ടായ ആ ഒരു വലിയ അതൃപ്തി ചരിത്രം പറഞ്ഞു പോകുന്നുണ്ട്. എന്റെ മകൻ അങ്ങനെയൊക്കെ ഒരുപാട് കഷ്ടപ്പെടലുകളിലൂടെയും മറ്റും വീട്ടിലുള്ള പ്രയാസങ്ങളിലൂടെയും ചുറ്റുപാടിലൂടെയും ഒക്കെ ഇത്രത്തോളം ഒരു നശിച്ച രീതിയിലുള്ള ചക്രവർത്തിയായി മാറിയിട്ടുണ്ട് എങ്കിൽ അതിന് എനിക്ക് ഖേദമുണ്ട്, സങ്കടമുണ്ട് എന്ന് പറഞ്ഞു പോയിട്ടുള്ള ഒരമ്മയാണ് അവിടെ നമ്മൾ കണ്ടത്. നിങ്ങൾ തിരിച്ചറിയണം. എന്നിട്ടും ആ അമ്മ മരണപ്പെട്ടപ്പോൾ ഹിറ്റ്ലറിന്റെ കണ്ണിൽ നിന്ന് അശ്രു പൊഴിഞ്ഞു എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം. ഉമ്മയ്ക്ക് മക്കളോടുള്ള ബന്ധത്തിന്റെ ആ ഒരു സ്ട്രെങ്തിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇത്ര വലിയ ഒരു പദവി, ഇത്ര വലിയ ഒരു കടമ, ഇത്ര വലിയ ഒരു നേട്ടം, ഒരു വലിയ ഒരു പവർ നമ്മളുടെ കയ്യിൽ ഉണ്ട് എങ്കിൽ എങ്ങനെ നമ്മുടെ മക്കൾ നമ്മുടെ കൈകളിൽ നിന്ന് വിട്ടുപോകുന്നു എന്നുള്ളിടത്തേക്ക് നിങ്ങൾ ചിന്തിക്കണം. പല കാര്യങ്ങളും നമ്മൾ സംസാരിക്കാറുണ്ട്. കോളേജിന്റെ ഉള്ളിലേക്ക് നിങ്ങൾക്കറിയാം, +2 കാലം കഴിഞ്ഞിട്ട് കോളേജിലേക്ക് പോകുന്ന കുട്ടികളുടെ മനസ്സിന്റെ പക്വതയെ കുറിച്ച്. ആ ഒരു മനസ്സിലെ പാകമെത്താത്ത ആളുകളാണ് കോളേജുകളിലേക്ക് പോകുന്നത്. +2 കാലം എന്ന് പറയുന്നത് നമ്മൾ അതിനെ ഒരു ഫ്ലക്ച്വേഷൻ പീരിയഡ് ആയിട്ടാണ് സൈക്കോളജിയിൽ പോലും അവതരിപ്പിച്ചിട്ടുള്ളത്. ഒന്നിനും ഒരു തീർത്തും ദൃഢമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാവില്ല. ഒന്നെങ്കിൽ അങ്ങോട്ട് അല്ലെങ്കിൽ ഇങ്ങോട്ട്. ചില കാര്യങ്ങൾ, അത് ഞാൻ പറഞ്ഞു വരുന്നത് വളരെ നിസ്സാരമായിട്ടുള്ള അർത്ഥത്തിലല്ല. ചില കാര്യം ഏത് സമയത്തും തീരുമാനങ്ങൾ മാറുന്ന രീതിയിൽ, എന്തെങ്കിലും കണ്ടാൽ കൂടുതൽ അട്രാക്റ്റഡ് ആകുന്ന രീതിയിൽ, ഇതാണല്ലോ ശരി എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ആളുകൾ, ഇതാണല്ലോ ഇങ്ങനെയാണല്ലോ ഞാൻ ആകേണ്ടത് എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് ഈ കോളേജുകളിലേക്ക് വരുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് എന്നെ പോലെയുള്ള കുട്ടികൾ കോളേജിലേക്ക് എത്തുമ്പോഴുള്ള അവസ്ഥയെ കുറിച്ചാണ്. കോളേജിലേക്ക് കയറി വന്നാൽ അവിടെ നല്ല ഫാഷൻഡ് ആയിട്ട്, നല്ല മീൻസ് ഭയങ്കര അടിപൊളിയായിട്ട് ജീവിക്കുന്ന ഒരു വിഭാഗം കുട്ടികൾ ഉണ്ടാകും. അവർക്ക് ഈ നമ്മളുടെ സംസ്കാരമോ നമ്മുടെ ഈ ഒരു ഹിജാബോ അല്ലെങ്കിൽ പർദ്ദയോ അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും കൽപ്പിക്കുന്ന മൗലികമായിട്ടുള്ള തത്വങ്ങളെയോ ഒന്നും യാതൊരു വിലയും ഉണ്ടാകില്ല. അവർക്ക് ഈ മതചിഹ്നങ്ങളോട് പോലും. ഇപ്പൊ അടുത്തൊരു ക്യാമ്പസിലേക്ക് കയറി ചെന്നപ്പോൾ ഒരു കുട്ടി എന്നോട് പറഞ്ഞതാണ്, മറ്റുള്ള ആളുകൾ ഈ കുട്ടികളോട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഇങ്ങനെ ഹിജാബൊക്കെ ധരിച്ചു വരുന്നത്, എന്തിനാ പർദ്ദ ഇട്ട് വരുന്നത്, മഫ്ത ഇങ്ങനെ പിന്ന് ചെയ്യേണ്ട വല്ല കാര്യമുണ്ടല്ലോ, നീ ഇത്ര സുന്ദരിയല്ലേ, എന്തിനാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത്, ഇത്ര സൗന്ദര്യമുണ്ടെങ്കിൽ നിനക്ക് എന്തുകൊണ്ട് അതിനനുസരിച്ച് വസ്ത്രം ധരിച്ചുകൊണ്ട് ക്യാമ്പസിലേക്ക് വന്നുകൂടാ എന്ന് പെൺകുട്ടികളോട് ചോദിക്കുന്ന ഒരു അവസ്ഥ പല കലാലയങ്ങളിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് പ്രിയപ്പെട്ട ഉമ്മമാര് മനസ്സിലാക്കണം. ഇങ്ങനെ ചോദിക്കുന്ന കുട്ടികളോട് അവരുടെ വാക്കുകളിലൂടെ, അവരുടെ പ്രവർത്തികളിലൂടെ, സാന്നിധ്യത്തിലൂടെ പെൺകുട്ടികളെ, ഈ പുതിയ തലമുറകളായിട്ട് വരുന്ന പെൺകുട്ടികളെ, ക്യാമ്പസിലേക്ക് കാലെടുത്തു വെക്കുന്ന പെൺകുട്ടികളെ അവരുടേതാക്കാൻ യാതൊരു പ്രയാസവും ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ തിരിച്ചറിയണം. നമ്മൾ വീട്ടില് സംസാരിക്കാത്ത അല്ലെങ്കിൽ വലിയ കാര്യങ്ങളൊന്നും പരസ്പരം പറയാത്ത കുട്ടികൾ ക്യാമ്പസിലേക്ക് ഇതേപോലെ കയറി ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അവിടെ അവര് പറയുന്നതാണ് ശരി, അല്ലെങ്കിൽ ഈ കാര്യമാണ്, ഈ തത്വമാണ് ശരി. എന്തിനാ ഞാൻ ഇങ്ങനെ ഹിജാബൊക്കെ ധരിച്ചു വരുന്നത്, ഇതൊരു ചൂടെടുക്കുന്ന കറുപ്പ് വസ്ത്രം എന്ന് പറയുന്നത് നമുക്കറിയാം, അത്ര വലിയ ചൂടൊന്നും നമുക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. പല ആളുകളും ചോദിച്ചിട്ടുണ്ട്, പർദ്ദ എന്നൊക്കെ പറയുമ്പോൾ എത്ര ചൂടത്ത് ഈ കൊടും വേനലിലും നീ ഇങ്ങനെയൊക്കെ പർദ്ദ ധരിച്ചു വരുന്നത് എന്തിനാ, ഈ ഭയങ്കര ചൂടല്ലേ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. പക്ഷെ ആ ഒരു സമയത്ത് ക്യാമ്പസിലേക്ക് കയറി വരുന്ന പെൺകുട്ടികളോട് ഇതുപോലത്തെ ചോദ്യങ്ങൾ ചോദിച്ചാൽ അവർക്ക് തോന്നും, എനിക്ക് ചൂടുണ്ടോ, ചൂടെടുക്കുന്നുണ്ടോ, എന്തിനാ ഇങ്ങനെ കറുത്ത പർദ്ദയൊക്കെ ഇട്ട് വരുന്നത്, എന്തിനാ ഇങ്ങനെ പിൻ ചെയ്ത് വരുന്നത്, അല്ലെങ്കിൽ എന്തിനപ്പോ നമ്മള് നിസ്കരിക്കുന്നത്, എന്തിനാണ് നമ്മൾ നിസ്കരിക്കുന്നത്. ഒരു സത്യം ഞാൻ നിങ്ങളെ മുന്നിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. 5 നേരം നമസ്കരിക്കുന്ന പെൺകുട്ടികൾ കോളേജുകളിലേക്ക് ചെന്നാൽ അവിടെ നിസ്കാരമോ നോമ്പോ ഇല്ലാത്ത പെൺകുട്ടികളുടെ കൂട്ടത്തിൽ നമ്മുടെ കുട്ടികളും പെട്ടുപോകുന്നുണ്ട് എന്ന് എത്ര ഉമ്മമാർക്കറിയാം. നിസ്കാരമില്ല,
ലുഹർ ബാങ്ക് കൊടുത്താൽ ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിന്റെ സമയത്ത് നമ്മുടെ കുട്ടികളൊക്കെ നിസ്കരിക്കാൻ പോകുന്നുണ്ട് എന്നാണ് പല ഉമ്മമാരും ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. നോമ്പ് നോൽക്കുന്നുണ്ട് എന്നാണ് പല ഉമ്മമാരും ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. ഒരിക്കൽ നോമ്പും ഓണവും ഒരുമിച്ച് വന്നു. കോളേജിൽ ഓണസദ്യ നടത്തുകയാണ് നോമ്പിന്റെ സമയത്ത്. അപ്പൊ മുൻ പന്തിയിൽ ഇരുന്നു കൊണ്ട് യാതൊരു നാണവുമില്ലാതെ ഓണസദ്യ ഉണ്ണുന്നതിൽ എത്ര കുട്ടികൾ നമ്മുടേതായിട്ടുണ്ടായിരുന്നു എന്ന് എത്ര ഉമ്മമാർക്ക് ഇവിടെ ഇരിക്കുന്ന ഉമ്മമാർക്ക് അറിയാം. നമ്മുടെ കുട്ടികളുടെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. ക്യാമ്പസിലേക്ക്, കോളേജുകളിലേക്ക് നിങ്ങൾ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കുന്ന നമ്മുടെ പുന്നാര മക്കൾ കോളേജിൽ ചെന്നിട്ട് ഒന്നുമില്ലാത്ത, ഒരു ധാർമ്മിക മൂല്യവുമില്ലാത്ത, സംസ്കാരമില്ലാത്ത ആളുകളായി മാറുന്നതിൽ നിന്ന് നമ്മൾക്ക് അവരെ തിരിച്ചു വിളിക്കാൻ പറ്റണം. അതൊരു ഉമ്മയ്ക്ക് പറ്റും, ഒരു ഗൃഹനാഥയ്ക്ക് പറ്റും എന്നുള്ളിടത്താണ് ഞാൻ നിങ്ങളോട് എന്റെ വാക്കുകളെ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ പോകുന്ന കുട്ടികളോട് പല രീതിയിൽ കൊഞ്ചിയും കുഴഞ്ഞും വരുന്ന ആണുങ്ങൾ ഇവരിൽ വല്ലാത്ത സ്വാധീനമുണ്ടാക്കും. നീ അതിസുന്ദരിയാണല്ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ കുട്ടിക്ക് തിരിച്ചു പറയാൻ വാക്കുകൾ ഇല്ലാതെ വരുന്നത് എന്തുകൊണ്ടാണ് എന്ന് ഉമ്മമാര് ചിന്തിക്കണം. നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ കഷ്ടപ്പെട്ട് നോമ്പെടുക്കുന്നത്? എന്തിനാ നീ നിസ്കരിക്കുന്നത്? ആ സമയം നമുക്ക് ഇവിടെ മിണ്ടിയും പറഞ്ഞും ഇരിക്കാമല്ലോ എന്നാണ് പല ആളുകളും നമ്മുടെ കുട്ടികളോട് ചോദിക്കുന്നത്. ഇവരോട് തിരിച്ച് എനിക്ക് എന്റെ മതത്തിലുള്ള വിശ്വാസം, എനിക്ക് ഞാൻ എന്ന് പറയുന്ന വ്യക്തി, എന്റെ മതത്തിലുള്ള മൂല്യങ്ങളും കൂടെ ഒരുമിച്ചാണ് ഈ ഒരു എന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് എന്റെ മതവുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്ന് നമ്മുടെ കുട്ടികൾക്ക് പറയാൻ പറ്റുന്നില്ല, സാധിക്കുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ദൃഢമായിട്ടുള്ള നമ്മുടെ വിശ്വാസത്തിൽ ഏൽക്കുന്ന വലിയ വലിയ ഇളക്കങ്ങളാണ് ഇത്തരം പ്രവർത്തികളിലേക്ക് നമ്മുടെ മക്കളെ കൊണ്ടെത്തിക്കുന്നത്. ഒരുപക്ഷെ എനിക്ക് പറയേണ്ടി വരുന്നു, നമ്മുടെ കോളേജുകളിലുള്ള ആൺകുട്ടികളെക്കാൾ പെൺകുട്ടികളുടെ അവസ്ഥയാണ് വളരെ വളരെ ദയനീയം എന്ന് പറയുന്നത്. പല ആൺകുട്ടികളും, ദീനീബോധമുള്ള ആൺകുട്ടികൾ പള്ളിയിൽ പോകുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്. അവരുടെ മനസ്സിലൊന്നും ആ ഒരു വിശ്വാസത്തിന് ഇളക്കം പറ്റുന്നില്ല. പക്ഷേ ചെറിയ വാക്കുകൾ കൊണ്ട്, ചെറിയ നോട്ടങ്ങൾ കൊണ്ട്, ചെറിയ ചെറിയ അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മുടെ പെൺകുട്ടികളുടെ പാകമെത്താത്ത മനസ്സുകൾ ഇളകിപ്പോകുന്നുണ്ട് എന്നുള്ളത് പ്രിയപ്പെട്ട ഉമ്മമാര് ചിന്തിക്കണം. ഇങ്ങനെ പറഞ്ഞ് ചെറിയ രീതിയിൽ, വലിയ രീതിയിൽ പറഞ്ഞ് ഒരു വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ ഓരോ ആളും ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലേക്ക് കടന്നുകൂടുന്നത് അവൾക്ക് ഏറ്റവും വലിയ ആ ആൾ പറയുന്നത് മാത്രമാണ് ശരി, അവര് പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് ശരി, അവര് ചിന്തിക്കുന്ന രീതിയാണല്ലോ ശരി. മതത്തിനൊക്കെ ജീവിതത്തിൽ എന്താണ് ഇത്രത്തോളം പ്രാധാന്യമുള്ളത്? എന്തിനാണ് ഇങ്ങനെ നമ്മുടെ മാതാപിതാക്കന്മാർ നമ്മളെ വല്ലാതെ നിയന്ത്രിക്കുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിൽ നമ്മുടെ മക്കൾ ചിന്തിച്ചു പോകുന്നത് ഇത്തരം ഒരു അവസ്ഥയിലൂടെയാണ് എന്ന് പ്രിയപ്പെട്ട ഉമ്മമാര് ചിന്തിക്കണം. ഇവിടെ നമ്മൾക്ക് വേണ്ടത് ഒരു ഓപ്പൺ ആയിട്ടുള്ള, ഹൃദയം തുറന്നിട്ടുള്ള പറച്ചിലുകളാണ്. ഹൃദയം തുറന്നുകൊണ്ട് പറയണം. വെറുതെ പറഞ്ഞതുകൊണ്ട് മാത്രമായില്ല, നിങ്ങൾ നല്ല കേൾവിക്കാര് കൂടിയാകണം. ഒരു ഉമ്മയെ പിടിച്ചിരുത്തിയിട്ട് ആ ഉമ്മയ്ക്ക് മകൾ പറയുന്ന കാര്യങ്ങൾ ക്ഷമയോടെ കേൾക്കാനുള്ള ഒരു മനസ്സ് കൂടെ ഉണ്ടാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ അടുത്ത് ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. ആ പെൺകുട്ടിക്ക് ഞാൻ സംഭവ സ്ഥലമോ അല്ലെങ്കിൽ ചുറ്റുപാടോ ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ആ പെൺകുട്ടിയുടെ മുഖ്യമായിട്ടുള്ള പ്രശ്നം ജീവിതത്തിലെ പല പരാധീനതകളിലൂടെ, പല പ്രയാസങ്ങളിലൂടെ, ഒരിക്കലും ഒരാളുമായിട്ട് പറയാൻ പോലും പറ്റാത്ത രീതിയിലുള്ള അവസ്ഥയിലൂടെ ആ പെൺകുട്ടി കടന്നുപോയിട്ടുണ്ട്. ഒരു ഉമ്മയാവണം എന്നില്ല, ഒരു കൂട്ടുകാരി പോലും ആ കുട്ടിയുടെ എന്തെങ്കിലും ഒരു കാര്യം ഒരു നിമിഷമെങ്കിലും ഇരുന്ന് കേട്ടിരുന്നുവെങ്കിൽ അങ്ങനെ ഒരു ആത്മഹത്യക്ക് അവിടെ വകയില്ലായിരുന്നു എന്ന് ഞാൻ അന്ന് ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടിട്ട് മനസ്സിലാക്കുകയാണ്. എപ്പോഴും നമുക്ക് അങ്ങോട്ട് പറയുന്നത് പോലെ തിരിച്ച് കേൾക്കാനുള്ള ഒരു മനസ്സ് കൂടി നമ്മൾ പാകപ്പെടുത്തേണ്ടതുണ്ട്. മക്കൾ പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും, നിങ്ങളത് കേൾക്കണം. അവരുടെ കാര്യങ്ങൾ കൂടുതലായി കോളേജുകളിൽ നടക്കുന്ന കാര്യങ്ങൾ പറയും, നിങ്ങളത് കേൾക്കണം.
ഈ പറച്ചിലുകൾ വെറുതെ കേൾക്കുന്നതിനൊക്കെ അപ്പുറത്തേക്ക് നിങ്ങൾ ഒരു കാര്യം കൂടി ചിന്തിക്കണം, അവരെന്തുകൊണ്ട് ഇതൊക്കെ പറയുന്നു എന്നുള്ളത്. നമ്മൾ വെറുതെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതിനപ്പുറത്തേക്ക് അവരെന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ അവരെന്തുകൊണ്ടാണ് ഈ രീതിയിൽ ഈ വിഷയത്തെ കാണുന്നത് എന്നുകൂടി നമ്മുടെ ഉമ്മമാര് ആ ഒരു സമയങ്ങളിൽ ചിന്തിക്കേണ്ടതുണ്ട്. ഞാൻ പറയാൻ കാരണം, നമുക്കറിയാം ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക എന്നൊക്കെ പറയുമ്പോൾ ഇപ്പൊക്കെ നമ്മുടെ വീട്ടില് അങ്ങനെ വലിയ ചർച്ചകളൊന്നും നടക്കാറില്ല. നമ്മുടെ കുട്ടികളൊക്കെ വളരെ കുറച്ചേ സംസാരിക്കാറുള്ളൂ. ഈ സംസാരിക്കാത്ത കുട്ടികളോട് തന്നെ എന്താ കോളേജിൽ നടന്നത് എന്ന് ചോദിച്ചാൽ ഉമ്മ പോയി ഉമ്മന്റെ പണി നോക്കുക എന്നാ പറയല്. കോളേജിൽ എന്താ നടന്നെന്ന് വെച്ചാൽ പ്രത്യേകം നമുക്ക് പറയാനൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ മക്കളോട് ചോദിച്ചാൽ മക്കൾ പറയും